നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു ഇടവേള കഴിഞ്ഞാണ് വീണ്ടും കാണുന്നത്. ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ പീരീഡ് ഓഫ് അൺഹാപ്പിനെസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പീരീഡിന്റെ ഇടവേളയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. രണ്ട് ദുഃഖകാലഘട്ടങ്ങൾക്കിടയിലുള്ള ഒരു കാലം എന്ന് പറയുന്നത് പോലെ എന്തായാലും നമ്മൾ ഓണത്തിൻ്റെ കുറേ നല്ല മുഹൂർത്തങ്ങൾ, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണുകയാണ്. ആ സന്തോഷത്തിൽ നമുക്ക് തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിന്റെ തലസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം നടക്കുന്നത്. അപ്പോൾ അത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലും ന്യായീകരണം അർഹിക്കാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. അതിനെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിക്കുന്നു, ഖത്തറിന് പിന്തുണയർപ്പിക്കുന്നു. ഖത്തർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഒപ്പം ഉണ്ടാകും എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളും അപലപിക്കുന്നു. എല്ലാ തരത്തിലുള്ള രാജ്യാന്തര അതിർത്തികളുടെയും ലംഘനം, നിയമങ്ങളുടെയും ലംഘനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന വിമർശനം ശക്തമാകുമ്പോഴും അതിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇസ്രയേൽ. നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ ഇത് തീവ്രവാദത്തിനെതിരായ യുദ്ധമാണ്, അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണ് എന്ന തരത്തിൽ ഇന്നലെ നടത്തിയ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിലേക്ക് നയിച്ച ആ ആക്രമണത്തെ പോലും ഇസ്രയേൽ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾ എന്ന് നമ്മൾ നോക്കിയാൽ ഇത് തീവ്രവാദത്തെ അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇസ്രയേൽ ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്നത് ആവർത്തിച്ച് പറയുന്ന രാഷ്ട്രമാണ്. അപ്പോൾ നെതന്യാഹുവിന്റെ ഇന്നത്തെ മറുപടി നൽകുന്ന സൂചനകളും അതുതന്നെയാണ്. ഇസ്രയേൽ ഒക്ടോബർ 7 മറക്കില്ല എന്നത് ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിടുന്നു. ലോകത്തെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഒക്ടോബർ 7 മറന്നു എന്ന ഒരു കുറ്റപ്പെടുത്തൽ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ജെറുസലേം ഭീകരാക്രമണത്തിനും ഒപ്പം തന്നെ ഗാസയിൽ ഇസ്രായേൽ ടാങ്കറിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനുമുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്നുകൂടി നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നു. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലെ വടക്ക് ഭാഗത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആ ഇസ്രായേൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിനു കൂടിയുള്ള ഒരു തിരിച്ചടിയാണ് ഖത്തറിൽ നടത്തിയത് എന്നതാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തുറക്കും ഇത് എന്നതാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാഷ്ട്രത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് അവിടെ നടത്തിയ ആക്രമണം അത് യുദ്ധം അവസാനിപ്പിക്കും എന്ന തരത്തിൽ ഒരു വിചിത്രവാദം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണണം. ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നതും നെതന്യാഹുവുമായി അടുത്ത വൃത്തങ്ങൾ ഈ നടത്തിയ പ്രതികരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ തങ്ങൾ എല്ലാ വിധത്തിലുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. ഇത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. ഭീകരവാദത്തിനെതിരായിട്ടുള്ള നടപടിയാണ്. ഒപ്പം തന്നെ ഇത് തങ്ങൾ സ്വമേധയാ നടത്തിയതാണ്. ഇതാണ് നെതന്യാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇതിൽ വെളിച്ചത്ത് വരുന്നത് ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ്. ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ തങ്ങളെ അറിയിച്ചിരുന്നു എന്നും ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഈ മുന്നറിയിപ്പ് വളരെ വൈകിയെന്നും ആക്രമണത്തിന് ശേഷമാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ചത് എന്നും ഖത്തർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണം തുടങ്ങിയതിനു ശേഷമാണ് യുഎസിന്റെ അറിയിപ്പ് ലഭിച്ചതെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത്. ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ സ്വന്തം നിലയിൽ കൈക്കൊണ്ടതാണ് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവരം ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചതാണ്.
ട്രംപ് ഇക്കാര്യങ്ങൾ ഖത്തറിനെ അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ആ നിർദ്ദേശം ആ ആക്രമണം നടന്നതിന് ശേഷം മാത്രമാണ് ഖത്തറിലേക്ക് എത്തിയത് എന്നത് വ്യക്തമാകുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനങ്ങളും ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ നിലപാടുകളും പ്രതികരണങ്ങളും എന്നതാണ് ഉയരുന്ന വിമർശനം. ഇന്ത്യൻ മാധ്യമങ്ങൾ പുഷ്പയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപിനെ വിമർശിക്കുന്നത്. അതിൽ പുഷ്പ ഏത് രീതിയിലാണോ ഈ ഇരട്ടത്താപ്പ് നയം പ്രഖ്യാപിക്കുന്നത്, അതുപോലെ ശത്രുവിനെ കൊന്നതിന് ശേഷം അതിന് കുറച്ചു മുൻപായിരുന്നു എങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് പറയുന്ന കഥാപാത്രത്തോട് ട്രംപിന്റെ ഈ നിലപാടിനെ ഉപമിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അത്തരം പരിഹാസ്യമായ ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ. പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. മിഡിൽ ഈസ്റ്റിലെ പല അമേരിക്കൻ സൈനിക നടപടികളിലും ഖത്തർ പങ്കാളിയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രണ്ടാം തവണ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ, ട്രംപ് ഖത്തർ സന്ദർശനം നടത്തുമ്പോൾ ട്രംപിന് ലഭിച്ച സമ്മാനം എന്ന് പറയുന്നത് ഒരു വിമാനമാണ്. അത് ഏതാണ്ട് 3500 കോടിയുടെ വിമാനമാണ് സമ്മാനമായി ലഭിക്കുന്നത്. ആ സമയത്തൊക്കെ ട്രംപ് ഖത്തറിനെ പാടിപ്പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഖത്തർ ട്രംപിനോടും സഹകരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിലപാടും നടപടിയും ഉണ്ടാകുമ്പോൾ അവിടെ ട്രംപിന്റെ ഇരട്ടത്താപ്പാണ് വെളിച്ചത്ത് വരുന്നത്. ട്രംപ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളാണ് ഖത്തറിൽ നടന്നുകൊണ്ടിരുന്നത്. ആ മധ്യസ്ഥ ശ്രമം അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല ഘട്ടങ്ങളിലും അത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടും മാസങ്ങളായി തുടരുന്ന മധ്യസ്ഥ ശ്രമങ്ങളാണ് ഖത്തറിന്റെ നേതൃത്വത്തിലൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ ആ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകളാണ്. അതിൽ പങ്കെടുക്കാനായാണ് ഹമാസ് നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന കെട്ടിടത്തിന് ആണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥ ശ്രമം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ആക്രമണം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആകെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് നെതന്യാഹു എന്ന് ചോദിച്ചാൽ, നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി തന്നെയാണ് ഇതിലൂടെ രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്നത്. കാരണം മധ്യസ്ഥ ശ്രമങ്ങളെ ആകെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ആക്രമണം വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന മധ്യസ്ഥ ശ്രമം ഒരുപക്ഷെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുമോ എന്ന് ലോകം തന്നെ പ്രതീക്ഷയോടുകൂടി കാണുന്ന സമയത്താണ് ഇത്തരമൊരു ആക്രമണം അവിടെ സംഭവിക്കുന്നത്. അത് ആ മധ്യസ്ഥ ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അത് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് നെതന്യാഹു ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോട് നടക്കുന്ന ഒരു മധ്യസ്ഥ ശ്രമത്തെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രയേലിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ സൂചനയായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം മധ്യസ്ഥ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നത് ട്രംപാണ്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖത്തറിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലൊരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അത് ഇസ്രയേൽ അമേരിക്കയെ വകവയ്ക്കുന്നില്ല എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയായി വേണം നമ്മൾ കാണാൻ. പക്ഷേ ഇന്ന് ട്രംപ് നടത്തിയിരിക്കുന്ന ഇരട്ട വാദങ്ങൾ അത് അറിഞ്ഞുവെന്നും അറിയിച്ചുവെന്നും പറയുന്നു. പക്ഷേ അത് വൈകിയാണ് ഖത്തറിന് അത്തരം ഇൻഫർമേഷൻ ലഭിക്കുന്നത് എന്നറിയുന്നു. അപ്പോൾ ട്രംപിന്റെ ഇതിലെ റോൾ എന്താണ് എന്നത് സംശയാസ്പദമാണ്. എന്തായാലും യുദ്ധം അവസാനിപ്പിച്ച് നൊബേൽ സമ്മാനം ലക്ഷ്യമിടുന്ന ട്രംപ് ആത്മാർത്ഥതയില്ലാതെയാണോ ഇത്തരം ശ്രമങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇനി എന്ത് ഈ മധ്യസ്ഥ ചർച്ചകളുടെ ഭാവി എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മധ്യസ്ഥ ശ്രമത്തെ പൊളിക്കുക എന്നതാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചത് എന്നത് ഖത്തർ പറയുന്നുണ്ട്. ഈ സംഭവത്തെ നിയമപരമായി ഉൾപ്പെടെ നേരിടാനുള്ള ശ്രമങ്ങളാണ് ഖത്തർ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ലീഗൽ സെൽ രൂപീകരിക്കുകയും വിദഗ്ധരെ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിയമപരമായ നടപടികളിലേക്ക് അവർ കടക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അത്തരം നിയമ നടപടികളുമായി കടക്കുമ്പോൾ തന്നെ ഇസ്രയേൽ എന്താണോ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത്
അത് മധ്യസ്ഥ ചർച്ചകൾ പൊളിക്കുക എന്നതാണ്. ആ മധ്യസ്ഥ ചർച്ചകൾ പൊളിക്കുന്ന സാഹചര്യത്തിലേക്ക് ഖത്തർ നീങ്ങുകയാണെങ്കിൽ അത് ഇസ്രയേലിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ഖത്തർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള നിയമ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തുടർന്നും പങ്കുവെക്കും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തെ ഇത് ഉലയ്ക്കുമോ? ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടികൾ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള പ്രശ്നം സങ്കീർണമാക്കുകയോ തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി, സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പ്രതികരണം നമുക്കൊന്ന് കാണാം. I don't have to do that. I'm not thrilled about the whole situation. It's not a good situation. But I will say this, we want the hostages back. But we are not thrilled about the way that went down today. I'm never surprised by anything, especially when it comes to the Middle East. I'll be giving a full statement tomorrow, but I would tell you this. I was very unhappy about it. Very unhappy about every aspect. And we got to get the hostages back. വലിയ ഞെട്ടൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നു. തങ്ങൾക്ക് യാതൊരു അറിവുമില്ലാതിരുന്നതാണ് എന്ന് പറയുന്നു. കാരണം അത് തീരുമാനം ഇസ്രയേലിൻ്റേത് മാത്രമാണ് എന്ന് കൈകഴുകുന്നുണ്ട് ട്രംപ്. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നു എന്ന കാര്യം കൂടി പറയുന്നു. എന്തായാലും ഇസ്രയേൽ തോന്നും പടി യുദ്ധവെറിയോടുകൂടി നീങ്ങുന്ന ഇസ്രയേൽ ആ നടപടികൾ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ ഈ ആക്രമണത്തിലൂടെ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. എന്തായാലും ലോക രാഷ്ട്രങ്ങളെല്ലാം ഖത്തറിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള ഈ നരഹത്യ അത് ഇപ്പോഴും വംശഹത്യ എന്ന നിലയിലേക്ക് അവിടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നെതന്യാഹു അദ്ദേഹത്തിന്റെ യുദ്ധക്കൊതി അത് പ്രകടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണോ അതോ ഈ അനിശ്ചിതമായി തന്നെ ഗാസയിലെ ഈ നരനായാട്ട് തുടരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണോ ഈ സംഭവത്തിലൂടെ ചെയ്യുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ലോകത്തെ ഒന്നടങ്കം തന്നെ ആശങ്കപ്പെടുത്തുന്നതും തലത്തിലേക്കാണ് ഇന്നലത്തെ ആക്രമണം എത്തിയിരിക്കുന്നത്. എന്നും വാർത്തകളിൽ ഇങ്ങനെ നിറയുകയാണ് ട്രംപ്. അത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞും പിൻവലിച്ചും ഇതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ കാട്ടിയുമൊക്കെ ട്രംപ് വാർത്തകളിൽ നിറയുകയാണ്. എന്തായാലും ഇന്ത്യയുമായി ഉള്ള നല്ല ബന്ധം ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടുകൂടി വളരെ മോശം നിലയിലേക്ക് മാറിയിരുന്നു. ഇന്ത്യ ശക്തമായി തന്നെ അതിനോട് പ്രതികരിച്ചിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പത്തി മടക്കില്ല അല്ലെങ്കിൽ വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയിരുന്നു. ഇപ്പോൾ അതിൽ ട്രംപിന് കൃത്യമായ സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര തർക്കത്തിൽ ഒരു അയവ് പ്രകടിപ്പിച്ചിരിക്കുന്നു ട്രംപ്. ഇന്ത്യയുമായി തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടരും എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഏർപ്പെടുത്തി. അതിനുശേഷം ആ നികുതി നിലവിൽ വന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തെളിയുന്നു, അല്ലെങ്കിൽ അതിന് വഴി തുറക്കുന്നു എന്ന തരത്തിലുള്ള ട്രംപിന്റെ ഈ പ്രഖ്യാപനവും നിലപാടും വരുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി എന്നത് 25% പിഴ തീരുവയാണ്. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണം എന്ന ആഹ്വാനം തള്ളിക്കൊണ്ടാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ആ യുദ്ധത്തിന് റഷ്യ ചെലവാക്കുന്ന പണം അത് ഇന്ത്യ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണമാണ്. അങ്ങനെ ഇന്ത്യ ആ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ പിഴത്തീരുവ 50% പിഴത്തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. ആ 50% എന്ന് പറയുന്നത് അമേരിക്ക ഒരു രാഷ്ട്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവയിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ബ്രസീലിനും ഇന്ത്യക്കുമാണ് 50% നികുതി. അപ്പോൾ അത് ഇന്ത്യയുടെ സമ്പദ് രംഗത്തെ തന്നെ, സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു. ഒരു രാഷ്ട്രത്തിന് അത് അവർ വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തേണ്ടത് അത് അവരുടെ പരമാധികാരമാണെന്നും അതിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന സന്ദേശം ഇന്ത്യ ആദ്യമേ തന്നെ നൽകിയിരുന്നതാണ്.
വ്യാപാര സാഹചര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥയിലെയൊക്കെ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോവുക എന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടാകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം വരുമ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതികരിച്ചു എന്ന് കൂടി അറിയണ്ടേ? ട്രംപിനോട് മിണ്ടാൻ തയ്യാറാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചകൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ശ്രമം എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇന്ത്യയും US-ഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ് എന്നതുകൂടി ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്നു പ്രധാനമന്ത്രി. ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ സംഘം അടുത്ത ആഴ്ച തന്നെ വാഷിംഗ്ടണിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനോട് ചേർത്ത് വേണം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ നമ്മൾ കേൾക്കാൻ. അപ്പോൾ ഈ വ്യാപാര കരാറിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ തീരുവ പ്രഖ്യാപനത്തിലൂടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ തീരുവയും നിലവിൽ വന്നതിന് ശേഷം ഓഗസ്റ്റ് പകുതിക്ക് ശേഷം നടക്കേണ്ടുന്ന ആ ചർച്ചകൾ നടന്നില്ല. അത് എന്ന് നടക്കും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കാൻ തയ്യാറാകുന്നതും അതിന് അനുകൂലമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വരുന്നതും അടുത്ത ആഴ്ച തന്നെ ഈ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രംപ് ഈ നിലപാടിലേക്ക് എത്തിയത് എന്ന് നോക്കിയാൽ തിരിച്ചടികളിൽ നിന്ന് ട്രംപ് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടുകളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ നിയമവിരുദ്ധമാണ് എന്നത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടം അമേരിക്കയിൽ നടക്കുകയാണ്. അപ്പോൾ US-ലെ അപ്പീൽ കോടതി, കീഴ്ക്കോടതിയിലെ വിധി ട്രംപിനെതിരായിരുന്നു. തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരം മറികടന്നു എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഈ തീരുവകൾ വ്യാപാര ചർച്ചകൾക്കായും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനായും ട്രംപ് ഉപയോഗിച്ചു എന്നൊരു കുറ്റപ്പെടുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാലും അതിനുശേഷം ഈ തീരുവകൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അനുമതി ട്രംപിന് കീഴ്ക്കോടതി നൽകുകയും അതുവരെ ഈ തീരുവ പിരിക്കുന്നത് തുടരാനുള്ള അനുമതി നൽകുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശക്തമായ ഭാഷയിലാണ് ഈ കോടതി വിധിയോട് ട്രംപ് പ്രതികരിച്ചത്. കോടതിക്ക് തെറ്റുപറ്റി എന്നതാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്ന തിരിച്ചടി എന്നത് ട്രംപിനെ കണ്ടുനുറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഒപ്പം ആഭ്യന്തരമായി ഉയരുന്ന വലിയ വിമർശനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അമേരിക്കൻ വിപണിയിൽ പോലും പ്രതിഫലിക്കുന്ന ഈ തീരുവ മുതലായവ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള സാഹചര്യങ്ങൾ അത് ട്രംപിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം. ഒപ്പം തന്നെ ട്രംപിന്റെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്ന ഉപദേശവും ട്രംപിനെ ഇപ്പോൾ ഈ രീതിയിൽ മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പാഠങ്ങളിൽ നിന്ന് ആ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നത് അറിയിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഇന്ത്യ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. നമുക്കറിയാം, ഈ എണ്ണ വാങ്ങാനുള്ള അധികാരം എന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. അത് സാഹചര്യങ്ങൾക്കനുസൃതമായി തീരുമാനിക്കുന്നതാണ്. അവിടെ പുറമേ നിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്നത് ഇത്തരമൊരു പ്രഖ്യാപനം വന്നതിന് തൊട്ടടുത്ത സമയം തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം നടക്കുന്നു. അതിനെ നേരിടാൻ തന്നെ ഇന്ത്യ തീരുമാനിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ആവശ്യങ്ങൾ, അവരെ സംരക്ഷിക്കുക എന്നതാണ് പരമപ്രധാനം എന്നത് പറഞ്ഞുകൊണ്ട് പരോക്ഷമായ മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നൽകിയതാണ്. കാരണം ക്ഷീരോൽപ്പന്ന മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ ഇറക്കുമതിക്കുള്ള അനുമതി കൊടുക്കണം, അവിടെ തീരുവ ഇളവ് കൊടുക്കണം എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് കാർഷിക മത്സ്യബന്ധന മേഖലകളെയൊക്കെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുന്നതാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ രാഷ്ട്രം ആഗ്രഹിക്കുന്നില്ല. അത് സാധ്യമല്ല. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ ശക്തമായ ഒരു മറുപടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ട്രംപിന് ഉണ്ടായത്. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്. പിന്നീട് മറ്റ് സാധ്യതകൾ തേടുക എന്നതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. അത് പ്രധാനമന്ത്രിയുടെ ജപ്പാനിലേക്കുള്ള യാത്ര, അതിനുശേഷം
ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായും ചൈനീസ് പ്രസിഡന്റുമായും നടത്തിയ കൂടിക്കാഴ്ചകൾ അത് ലോകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇന്ത്യയുടെ നയതന്ത്ര തരത്തിലുള്ള ആ നീക്കങ്ങൾ അമേരിക്കയ്ക്കുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രത്യേക ശാക്തിക ചേരി ഉരുത്തിരിയുന്നത് അമേരിക്കയെ വിരളി പിടിപ്പിച്ചത് ട്രംപിന്റെ പല പ്രസ്താവനകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ തന്നെ UN-നോട് ഇന്ത്യക്ക് മേൽ 100% നികുതി ഏർപ്പെടുത്തണമെന്നൊരാവശ്യം കൂടി ഈ സമയത്ത് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചത് നമ്മൾ കാണണം. അപ്പോൾ ട്രംപ് പല കാര്യങ്ങൾ പറയുന്നു, പലതും മാറ്റി പറയുന്ന ശീലമുള്ള വ്യക്തിയാണ്. പക്ഷേ അതിന്റെ പിന്നാലെ പോകുന്നില്ല ഇന്ത്യ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലേക്ക് പോകുന്നു. അനുകൂലമായ സമീപനങ്ങൾ ഒഫീഷ്യലായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനോട് ഇന്ത്യ പ്രതികരിക്കുന്നു. അതാണ് ഇന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ഞങ്ങളും തയ്യാറാണ് എന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകുന്നത്. ഇതിനു മുൻപ് ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചു എന്നതുൾപ്പെടെയുള്ള ബ്ലണ്ടറുകൾ, കള്ളത്തരങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിനോടൊന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇന്ത്യ എത്തുന്നു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യങ്ങളും ഇന്ത്യ കളയുന്നില്ല. ആ സാഹചര്യങ്ങൾ തേടുകയും അതിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് കൊടുത്തത്. ഇന്ത്യയുടെ ആ നിലപാട് ഫലം കാണുന്നത് കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു. ട്രംപ് തന്നെ അതിന് മുൻകൈയെടുക്കുന്നു. ട്രംപ് തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അടുത്തയാഴ്ച വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. നമ്മുടെ വ്യവസായികളെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു നീക്കമാണ് സംഭവിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ജൻസി പ്രക്ഷോഭത്തിൽ ഒരു രാഷ്ട്രം ദിവസങ്ങൾക്കുള്ളിൽ നിലംപരിശായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രക്ഷോഭം ആളിക്കത്തിയ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴും കലാപം തുടരുന്നുണ്ട്, പ്രക്ഷോഭം തുടരുന്നുണ്ട് എങ്കിൽ പോലും ഒരു ശാന്തതയിലേക്ക് നേപ്പാൾ നീങ്ങുമോ എന്ന സൂചനകൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭകാരികളുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, അവരോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന നിർദ്ദേശം ഉൾപ്പെടെ സൈന്യം നൽകുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കും എന്നതാണ് സൈന്യം ഇപ്പോൾ പറയുന്നത്. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ് പ്രക്ഷോഭകാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമാധാനം പാലിക്കണമെന്ന ആഹ്വാനമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്നത്. താൽക്കാലികമായി ഈ പ്രക്ഷോഭങ്ങൾ നിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ഒരു നിർദ്ദേശം സൈന്യം മുന്നോട്ട് വെക്കുന്നു. കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ നിയന്ത്രണം സൈന്യത്തിന്റെ കയ്യിലാണ്. ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ഒരു നിർദ്ദേശം പ്രക്ഷോഭകാരികൾക്ക് നൽകുകയാണ്. നേപ്പാളിലെ ജയിലുകൾ തകർത്ത് പ്രക്ഷോഭകർ അവിടെ പൊഖ്റ, ധങ്കതി ജയിലുകളാണ് പ്രതിഷേധക്കാർ തകർത്തത്. നിരവധി തടവുകാരെ രക്ഷപ്പെടുന്നതിന് വഴിവെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് 900-ഓളം തടവുകാർ രക്ഷപ്പെട്ടു എന്ന വിവരമൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. കാഠ്മണ്ഡുവിലെ നഖു ജയിലും തകർത്തു. മുൻ ആഭ്യന്തരമന്ത്രി രവി ലാമിച്ചേനയെ പ്രക്ഷോഭകാരികൾ മോചിപ്പിച്ചു. അങ്ങനെ ജയിലുകൾ തകർത്ത് അവിടെ നിന്നുള്ള ആളുകളെ മോചിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കലാപം തുടരുന്നു എന്ന് തന്നെ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു അല്പം പ്രക്ഷോഭം തണുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവർ മുന്നോട്ട് വെക്കുന്ന ചില ഉപാധികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. രാജിവെച്ച പ്രധാനമന്ത്ര KP ശർമ്മ ഒലി രാജ്യം വിട്ടു. അദ്ദേഹം ദുബായിലേക്ക് കടന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സൈന്യത്തിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിലാണ് ശർമ്മ രാജി വിട്ടത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ കാഠ്മണ്ഡുവിന്റെ മേയറായ ബലേന്ദ്ര ഷാ ഇനി ഒരു നിർണായക പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും എന്ന സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു താൽക്കാലിക സംവിധാനം അധികാരം ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള
ചർച്ചകൾ നടന്നു വരുന്നു. അപ്പോൾ ബലേന്ദ്ര ഷായാണ് പ്രക്ഷോഭകാരികൾ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന വ്യക്തി. അദ്ദേഹത്തിനുള്ള സാധ്യതയേറുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. അടുത്ത പ്രധാനമന്ത്രിയായി തന്നെ ജൻസി പ്രക്ഷോഭകാരികൾ ബലേന്ദ്രയെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. 35 വയസ്സുകാരനാണ് ബലേന്ദ്ര, കാഠ്മണ്ഡുവിന്റെ മേയറാണ് ഇപ്പോൾ. അദ്ദേഹമാണ് പ്രക്ഷോഭകാരികൾ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് അനുയോജ്യനായി കാണുന്നത്. അഴിമതിക്കെതിരായൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രക്ഷോഭകാരികളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നടക്കുകയാണ് അവിടെ. നമുക്കറിയാം, ജൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ 26 സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയത് മൂലമുണ്ടായ പ്രക്ഷോഭം എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അഴിമതിയിൽ പൊറുതി മുട്ടിയ ഒരു യുവതയാണ് നേപ്പാളിൽ ഈ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അവർ അഴിമതിയും സ്വജനപക്ഷപാതവും ഒപ്പം തന്നെ തൊഴിലില്ലായ്മയും കൊണ്ട് അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന യുവതയായിരുന്നു. അതാണ് അവരെ പ്രക്ഷോഭ രംഗത്തേക്ക് ഈ നിരോധനം കൂടി ആയപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു വയലന്റായ ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം പിൻവലിച്ചതിന് ശേഷവും ആ പ്രക്ഷോഭം കെട്ടടങ്ങാത്തത്. അപ്പോൾ നേപ്പാളിനെ നേർവഴിക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യവും സാധ്യതയുമാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 900 പേർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്ത വരുമ്പോൾ അതിർത്തിയിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യവും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നേപ്പാളിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ കഴിഞ്ഞ 30 വർഷത്തെ അഴിമതി സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം വേണം, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന ആവശ്യം ഉണ്ടാകുന്നു. അപ്പോൾ കാലാകാലങ്ങളായി അഴിമതിയുടെ ഉത്തരങ്ങായിരുന്നു ഈ ഭരണരംഗം എന്ന് പറയുന്നത്. അങ്ങനെ ഭരണവർഗത്തിനും അവർ പിന്തുണയ്ക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമായി കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അഴിമതി ലീഗലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യണമെന്ന ആവശ്യം പ്രധാനമായും പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇത് ജൻസി സമൂഹ മാധ്യമ നിരോധനത്തിനെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധമായി മാത്രമല്ല, ഒരു രാജ്യത്തെ കുത്തഴിഞ്ഞ സംവിധാനത്തെ നേരെയാക്കാനുള്ള യുവതയുടെ തെരുവിലെ പോരായി കൂടി നമ്മൾ കാണണം. എന്തായാലും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സമ്മർദ്ദം പ്രക്ഷോഭകാരികൾ ഇപ്പോഴും നടത്തുകയാണ്. അതേസമയം നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു. അവർ പ്രക്ഷോഭകാരികളോട് പ്രക്ഷോഭം നിർത്തിവെച്ച് ചർച്ചയ്ക്ക് സന്നദ്ധമാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് ഇന്ത്യയും ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽരാഷ്ട്രമാണ്. അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ അയൽരാഷ്ട്രങ്ങൾ പലതും കലുഷിതമായ സാഹചര്യങ്ങളാണ്. ശ്രീലങ്കയായാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ ഈ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ്. അഫ്ഗാനിസ്ഥാനിലും നമ്മൾ കണ്ടതാണ്. നേപ്പാൾ എപ്പോഴും അരക്ഷിതമായിരുന്നു. അരക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേപ്പാളിൽ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യവും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിരതയുള്ള ഒരു സർക്കാരും ഇതുവരെ നേപ്പാളിൽ ഉണ്ടായിട്ടില്ല. 5 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനമന്ത്രിയും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ സമാനമായ സാഹചര്യങ്ങൾ അവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്തവണ കണ്ടത് ലോകം തന്നെ ഞെട്ടിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. 2-3 ദിവസത്തെ പ്രക്ഷോഭം കൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെയും ആളുകൾക്ക് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്നും നേപ്പാളിനെ വേട്ടയാടിയിരുന്ന അഴിമതിക്കെതിരെ കൃത്യമായ നടപടി എന്നൊരാവശ്യം ഉന്നയിക്കുകയാണ് പ്രക്ഷോഭകർ. അപ്പോൾ നേപ്പാളിന്റെ ശുദ്ധീകരണത്തിന് ഈ ജൻസി പ്രക്ഷോഭം വഴിവെക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ഭുതങ്ങൾ ഉണ്ടായില്ല. പക്ഷേ പ്രതീക്ഷിച്ചതിലും അധികം വോട്ട് NDA സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് ലഭിച്ചു എന്നത് വ്യക്തമായിരുന്നു. അത്
എവിടെ നിന്ന് ചോർന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യ മുന്നണി അസാധുവായ വോട്ടുകളാണ് തങ്ങളുടേതെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ചോർന്നത് ഇന്ത്യ മുന്നണിയിലെ വോട്ടുകളാണ് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കെട്ടുറപ്പിലേക്ക് എത്തുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ബീഹാർ ഇലക്ഷന്റെ സാഹചര്യങ്ങൾ ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടുവരികയായിരുന്നു. അപ്പോൾ അതിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വോട്ട് ചോർച്ച എങ്ങനെയെന്നത് ഇന്ത്യ മുന്നണി കാര്യമായി തന്നെ പരിശോധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 324 വോട്ട് നേടാൻ കഴിയും എന്നതായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം എന്നത് 311 ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ 1 വോട്ടും ചേർത്ത് അങ്ങനെ 324 വോട്ട് കിട്ടും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ പിന്നീട് ഇത് 315 ഇന്ത്യ മുന്നണി തന്നെ ചുരുക്കുന്നു. 315 വോട്ടുകൾ ലഭിക്കുമെന്ന് നേതാക്കൾ ഉൾപ്പെടെ ഈ വോട്ടെടുപ്പിന് മുൻപ് അവകാശപ്പെട്ടിരുന്നു. ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 324 315 300 ഇന്ത്യ മുന്നണി ചുരുങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ട് എത്ര എന്ന് നോക്കിയാൽ 781 വോട്ടാണ് ആകെ ഉള്ളത്. അതിൽ പോൾ ചെയ്തത് 767 വോട്ടുകളാണ്. സാധുവായ വോട്ടുകൾ ഇതിൽ 752, അസാധു വോട്ടുകൾ 15. NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 452 വോട്ട്. ഇന്ത്യ സഖ്യം 324 പ്രതീക്ഷിച്ചെടുത്ത് 300 ചുരുങ്ങി. NDAയുടേത് 427 അംഗങ്ങളാണ്. 427 വോട്ടാണ് NDAക്ക് ലഭിക്കേണ്ടത്. അവിടെയാണ് 452 വോട്ട് NDAക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അധികം ലഭിച്ച NDA വോട്ടുകൾ എവിടെ നിന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. ബിജു ജനതാദളും BRSും ശിരോമണി അകാലിദളും ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. CP രാധാകൃഷ്ണൻ ലഭിക്കേണ്ടിയിരുന്നത് 438 വോട്ടാണ്. അദ്ദേഹം 452 വോട്ടുകളാണ് നേടിയത്. അപ്പോൾ അധികമായി ലഭിച്ച 14 വോട്ടുകൾ ആരുടേത് എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട AAPയിലെ ചില MPമാർ BJPയോട് മൃദു സമീപനം കാട്ടുന്നു എന്ന വിവരങ്ങൾ ഉണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MPമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനകളും വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വോട്ട് ചോർച്ച AAPയിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഒപ്പം തന്നെ DMKയുടെ ഭാഗമായിട്ടുള്ളവരിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് CP രാധാകൃഷ്ണൻ എന്ന ഒരു സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്ന് നോക്കിയാൽ അത് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് NDAയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ എന്താണോ NDA ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. പ്രതീക്ഷിച്ചതിലും 14 വോട്ടുകൾ കൂടുതലായി ലഭിക്കുന്നു. അത് ഇന്ത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് ആ വോട്ടുകൾ ചോർന്നത് എവിടെ നിന്ന് എന്നതിന്റെ പരിശോധന നടത്തേണ്ടി വരുന്നു. അതിൽ ആം ആദ്മി പാർട്ടിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും DMKയും ഒക്കെ സംശയനിഴലിലാകുന്നു എന്ന് വന്നാൽ ആ മുന്നണിയിൽ വിഭജനത്തിന്റെ അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകാൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയിരുന്നു CP രാധാകൃഷ്ണനെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് NDA എത്തി എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ വോട്ടുകൾ ചോർന്നത് ആര് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പുറമേക്ക് അസാധുവായ വോട്ടുകളാണ് തങ്ങളുടേത് എന്ന് പറയുമ്പോൾ തന്നെ അതല്ല സാഹചര്യം എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം ബീഹാറിൽ യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ യാത്രയുടെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണി ബീഹാർ തെരഞ്ഞെടുപ്പിന്
ഒരുങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ യാത്ര വലിയ വിജയമായിരുന്നു. അവരുടെ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ സൂചകമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പ്രദർശനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അവിടെ മുന്നണിക്ക് കാലിടറുന്നതാണ് നമ്മൾ കണ്ടത്. നഷ്ടപ്പെട്ട വോട്ടുകൾ ആരുടേത് എന്ന പരിശോധനകൾ നടക്കുന്നു. മുന്നണിയുടെ കെട്ടുറപ്പ് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നു. ആം ആദ്മി പാർട്ടിയിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും പിളർപ്പുണ്ടാകുമോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നേട്ടം NDAക്കാണ് എന്നത് വ്യക്തമാകുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകുന്നത്. നഷ്ടപ്പെട്ട 14 വോട്ടുകൾ ആരുടേത് എന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. മുന്നണികളുടെ കെട്ടുറപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ആ ചർച്ചകളിൽ നിന്നും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന വിവരങ്ങളിൽ നിന്നുമായിരിക്കും നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. കാന്താര 2 കേരളത്തിൽ വിലക്ക് എന്ന വാർത്തയാണ്. നമുക്കറിയാം, കാന്താര 1 കേരളത്തിലെ പ്രേക്ഷകർ ഉൾപ്പെടെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സിനിമയാണ്. കാന്താര 2 വരവ് പ്രേക്ഷകർ ആ നിലയ്ക്ക് തന്നെ കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ റിലീസിന് മുന്നോടിയായി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ വരുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാന്താരയെ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. കളക്ഷൻ തുകയുടെ 55% വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണിപ്പോൾ തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നത്. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നതാണ് അവർ പറയുന്നത്. എന്നാൽ ഫിയോക്കിനെ തള്ളി ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. സിനിമയുടെ 2ാം ഭാഗത്തിന് കേരളത്തിൽ വിലക്ക് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ 55% വിഹിതം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനിൽ 55% ആണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ 2 ആഴ്ചയിലെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമാണ്. ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം, പക്ഷേ 2 ആഴ്ചയാണെങ്കിൽ അത് സാധിക്കില്ല എന്നതാണ് ഫിയോക്ക് ചൂണ്ടിക്കാട്ടുന്നത്. വിതരണക്കാർ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നതാണ് ഫിയോക്കിന്റെ തീരുമാനം. ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടത്തുക. ചിത്രം എന്തായാലും ഒക്ടോബർ 2 ആഗോളതലത്തിൽ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെയാണ് ഇപ്പോൾ ഫിയോക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ വിതരണക്കാരിൽ ഒരാൾ. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് 2022 പുറത്തിറങ്ങിയ കാന്താര ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായിരുന്നു. അപ്പോൾ സമാനമായ നിലയിൽ കാന്താര 2 വലിയ വിജയം നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോൾ അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ് ഈ പ്രശ്നത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ലിബർട്ടി ബഷീർ ഇന്ന് ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഫിയോക്കിന്റെ പ്രസിഡന്റ് ഓപ്പോസിഷൻ തിയേറ്റർ ഈ ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞ ഓണം മുതൽ അത് ലീസിന് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യമാണ് ഈ പടത്തിലൂടെ തീർക്കാൻ നോക്കുന്നത്. അതിന്റെ പ്രസിഡന്റ് വിജയകുമാർ. 5 വിജയകുമാറിന്റെ തിയേറ്റർ ഓപ്പോസിറ്റിൽ 2 തിയേറ്റർ, അർച്ചന തിയേറ്ററിൽ 2 തിയേറ്റർ, മാജിക് ഫ്രെയിംസിന്റെ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഓണം മുതൽ ലീസിന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇവർക്കൊരു ഭീഷണിയായിട്ട് മാറും. അതിന്റെ വൈരാഗ്യം തീർക്കാനായിട്ട് വേറൊരു വൈരാഗ്യം ഒന്നും ഇത്ര പെട്ടെന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഫിയോക്കിന്റെ നേതൃത്വത്തിലുള്ള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ മറ്റൊരു നിലപാടുമായി ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നതെന്ന് നമ്മൾ കാണണം. ഇതിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത്. നമുക്കറിയാം, പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് എമ്പുരാൻ വന്നപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ വന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ഓരോ ഘട്ടങ്ങളിലും വലിയ വിവാദങ്ങളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. മറ്റൊരു ചിത്രവുമായി പൃഥ്വിരാജ് ബന്ധപ്പെടുമ്പോൾ അവിടെയും വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കാന്താര 2
വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട മറ്റൊരു കാര്യം, പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ഞങ്ങളുടെ ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ എമ്പുരാന്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പൃഥ്വിരാജ് നേരിടുമ്പോൾ യാതൊരു വിധത്തിലുള്ള സഹായവും സഹകരണവും പൃഥ്വിരാജിന് ലഭിച്ചിരുന്നില്ല, താരസംഘടനയായ അമ്മയിൽ നിന്നുൾപ്പെടെ ലഭിച്ചിരുന്നില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അത് പൃഥ്വിരാജിനെ ചിലർ ടാർഗറ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നത് ആ ഇന്റർവ്യൂവിൽ, ആ സാഹചര്യങ്ങളെ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജിന്റെ മറ്റൊരു സിനിമ എത്തുമ്പോഴും പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമാണോ അതോ ഏതെങ്കിലും തരത്തിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതൊക്കെ ചോദ്യങ്ങളായി ഉയരുകയാണ്. എന്തായാലും ഒക്ടോബർ 2 ചിത്രം തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ്. അതിനു മുൻപ് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. അത് സിനിമാ മേഖലയ്ക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ എല്ലാവരുടെയും പ്രതീക്ഷ നിറവേറ്റുന്ന തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇനി മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. സർക്കാർ നയങ്ങളിൽ വിമർശനവുമായി CPI. മദ്യനയത്തിൽ നിലപാട് തെറ്റ്. സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് വിദേശ മദ്യത്തെ. ഇത് കള്ളുചെത്ത് വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവഗണനയെന്നും കർഷകർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യം കിട്ടിയില്ല എന്നും CPI സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന CPI സംസ്ഥാന സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നുകയറി. BJPക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമെന്നും അത് തന്ത്രപരമായ അനിവാര്യതയെന്നും പ്രമേയം. തെരഞ്ഞെടുപ്പുകളെ സീസണലായി കാണരുത്, പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണമെന്നും പ്രമേയം. MLA സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിൽ CPI. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന എക്സിക്യൂട്ടീവിലാണ് ധാരണ. ഇതോടെ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ ഇക്കുറി മത്സരിപ്പിക്കില്ല എന്ന് വ്യക്തമായി. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയണമെന്ന നിലപാടിലാണ് CPI. കേരളത്തിൽ മാത്രം നടപ്പാക്കിയ 75 വയസ്സെന്ന മാനദണ്ഡം ഒഴിവാക്കാൻ ധാരണ. ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ സർക്കാരിന് തിരിച്ചടി. സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്ന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇടക്കാല ഉത്തരവിലാണ് ദേവസ്വം ബെഞ്ചിന്റെ നടപടി. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സംഭാവന ലഭിക്കുന്ന പണം എന്ത് ചെയ്യുമെന്നും ദേവസ്വം ബോർഡിനെ സഹായിക്കാനാണോ സർക്കാർ ലക്ഷ്യമെന്നും കോടതി. ശബരിമല മാസ്റ്റർ പ്ലാൻ 2050 മുന്നിലുണ്ടെന്നും ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും സർക്കാർ. ഹർജി വിധി പറയാൻ മാറ്റി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനെ ജാമ്യത്തിൽ വിട്ടയച്ചു. 2ാമത്തെ കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ. ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് എല്ലാം പറയാമെന്ന് മറുപടി. തൃക്കാക്കര പോലീസാണ് ചോദ്യം ചെയ്യലിന് ശേഷം വേടനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി യുവനടി. അശ്ലീല ചുവയോടെ രാഹുൽ അയച്ച സന്ദേശങ്ങളും യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായി സൂചന. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാമെന്നും യുവതി വരണമെന്നും ആവശ്യപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും നിലവിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ ഉദ്ദേശമില്ലെന്നും യുവതി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പാർട്ടി പ്രവർത്തകരുടെ കൈയും നാവും സോഷ്യൽ മീഡിയയും സർക്കാരിനെതിരായ പ്രതിഷേധത്തിനായി പ്രയോഗിക്കണം. മറ്റ് പ്രചാരണങ്ങൾ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ വഴിതെറ്റിക്കുന്നതാകും. KPCC പ്രസിഡന്റ് മുതൽ പാർട്ടി അംഗം വരെ ഇതിന് പ്രാധാന്യം നൽകണമെന്നും ഷാഫി പറമ്പിൽ. പോലീസ് അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC ഭാരവാഹികളും പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി. G. സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് സജി ചെറിയാൻ. സുധാകരനും പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂവെന്നും സജി ചെറിയാൻ.
തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമാണെന്നും അത് സംസാരിച്ച് പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് നടത്തിയ പ്രതികരണം ഏറ്റെടുത്ത് സിനിമാ മേഖല. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളിൽ പലതും ഊഹവും നിഗമനവും മാത്രമെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ തള്ളി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. താൻ പറഞ്ഞത് പൂർണ്ണമായും കേൾക്കാതെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണമെന്ന് മന്ത്രി. സ്വർണ്ണവില ഇന്നും റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 81,040 രൂപ, പവന് 160 രൂപ ഇന്ന് കൂടി. 1 ഗ്രാമിന് 10,130 രൂപയാണ് ഇന്നത്തെ വില. ഏഷ്യാകപ്പിൽ നിന്ന് ഇന്ത്യ ഇറങ്ങുന്നു. UAEക്കെതിരായ മത്സരം രാത്രി 8-ന്. സഞ്ജു ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ. ഒരിടവേള കൂടി. ഇനി നമ്മൾ പോകുന്നു എന്നിട്ടെന്തായി സെഗ്മെന്റിലേക്ക്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിന്റെ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 8 മാസം പിന്നിടുന്നു ആ അപകടം നടന്നിട്ട്. അതിനുശേഷം ചികിത്സയ്ക്കൊക്കെ കഴിഞ്ഞ് ഉമാ തോമസ് പൊതുജീവിതത്തിൽ വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടെ എത്തി, എന്തായി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്നിട്ടെന്തായിലൂടെ അന്വേഷിക്കുന്നത്. ആദ്യം അന്ന് എന്താണ് സംഭവിച്ചത് എന്നതൊന്ന് കണ്ടുവരാം. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 2024 ഡിസംബർ 29-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മൃദംഗവിഷൻ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കിടെയായിരുന്നു തൃക്കാക്കര MLA ഉമാ തോമസ് സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,600 നർത്തകിമാരെ അണിനിരത്തിയായിരുന്നു ഭരതനാട്യം. ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാന്റെയും ഹൈബീഡൻ MP-യുടെയും കൺമുന്നിലായിരുന്നു അപകടം സംഭവിച്ചത്. സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും 12 അടിയോളം താഴ്ചയിലേക്ക് ഉമാ തോമസ് വീണു. രക്തത്തിൽ മുങ്ങിയ MLA-യെ പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ തുടർന്നു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. ശ്വാസകോശത്തിൽ രക്തം കെട്ടിയ നിലയിലായിരുന്നു. നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും മുഖത്തെ അസ്ഥിക്കും കാലിനും പരിക്കേറ്റു. 46 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് MLA വീട്ടിലേക്ക് മടങ്ങിയത്. സംഭവത്തിന് പിന്നാലെ മൃദംഗവിഷനെതിരെ സാമ്പത്തിക തട്ടിപ്പടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. പങ്കെടുക്കാനെത്തിയ കുട്ടികളിൽ നിന്നും വസ്ത്രത്തിനായും ഭക്ഷണത്തിനായും വൻ തുക ഈടാക്കിയെന്നാരോപിച്ച രക്ഷിതാക്കൾ പരാതി നൽകി. തുടർന്ന് പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പരിപാടിയിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയും മൃദംഗവിഷന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെയുമായിരുന്നു കേസ്. മൃദംഗവിഷൻ മുഖ്യ ചുമതലക്കാരൻ M. നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷ് ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഇപ്പോഴും ആ വീഴ്ചയുടെ ദൃശ്യങ്ങൾ വലിയ ഞെട്ടലുളവാക്കുന്നതാണ്. ഈ സംഭവം നടന്ന് 8 മാസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല പോലീസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. ഇതുവരെ ദിവ്യ ഉണ്ണിയിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയെടുത്തിരിക്കുന്ന കേസാണ്. പക്ഷേ GCDAക്ക് യാതൊരു തെറ്റും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് ഉമാ തോമസ്. കുറ്റപത്രം 8 മാസമായിട്ടും സമർപ്പിക്കാത്തത് വിഷമമാണ് എന്ന് ഉമാ തോമസ് പറയുന്നു. ഉമാ തോമസ് MLA-ക്ക് അപകടം സംഭവിച്ചതിൽ GCDAക്കും പോലീസിനും വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. സംഘാടനത്തിൽ ജാഗ്രതക്കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ GCDA സസ്പെൻഡും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ കുറ്റപത്രത്തിലാകട്ടെ GCDAക്കും പോലീസിനും ക്ലീൻ ചീറ്റ്. നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ അധികൃതർ മാത്രമാണ് പ്രതികൾ. സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും മൃദംഗവിഷൻ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. കേസിൽ 250ഓളം പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്താത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്.
ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ഉമാ തോമസ് MLA. സർക്കാരിന്റെ പദ്ധതി പോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ഉമാ തോമസ് ആരോപിച്ചു. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇത്രയും സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ അതിനേക്കാളും സമയം എടുക്കുമല്ലോ. മിക്കവാറും എൻ്റെ ആയുസ് തീരുമ്പോഴായിരിക്കും എന്തെങ്കിലും നടക്കാൻ പോകണമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മെല്ലെപ്പോക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്നത്. അത് തന്നെ ഇപ്പോൾ ഇതിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു അപകടം അത് MLA എന്ന നിലയ്ക്ക് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും സങ്കടമാണ്. സാധാരണക്കാർക്ക് ആർക്കെങ്കിലും സംഭവിച്ചിരുന്നാൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഗിന്നസ് റെക്കോർഡിനു വേണ്ടി മൃദംഗവിഷൻ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തിയ തട്ടിക്കൂട്ട് പരിപാടികൾക്കെതിരെ നടപടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവസാനിച്ചിരുന്നു. ഒരു ജനപ്രതിനിധി വീണ് പരിക്കേറ്റിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരെ രക്ഷിക്കാനാണ് ശ്രമമെന്ന ചോദ്യത്തിനും എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്ന ചോദ്യത്തിനും പോലീസിനായിക്കോട്ടെ മറുപടിയുമില്ല. നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. എന്തായാലും ഒരു ജനപ്രതിനിധി നവമി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു MLAക്ക് സംഭവിച്ചിട്ടുള്ള, അതും ഇങ്ങനെ ദൃശ്യങ്ങൾ സഹിതം നമ്മളൊക്കെ കണ്ടു ഞെട്ടിയ ഒരു മന്ത്രി ആ ചടങ്ങിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് കുറ്റപത്രം നൽകാൻ 8 മാസമായിട്ടും കഴിയാതെ വരുന്ന സാഹചര്യം, നടിയെപ്പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് പറയുന്നു, എൻ്റെ കാലം കഴിയുമ്പോഴാണോ ഇനി ഇതിൽ തീർപ്പുണ്ടാകുന്നത്. അപ്പോൾ ഈ ഇതിൽ ഉയർന്നു വന്നതുപോലെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും, ഒരു MLAയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും. എന്തായാലും മറുപടി പറയേണ്ടത് അധികൃതരാണ്. എന്തുകൊണ്ട് ഈ കേസന്വേഷണം വൈകുന്നു, കുറ്റപത്രം നൽകാൻ വൈകുന്നു എന്നുള്ള കാര്യങ്ങളിൽ GCD ഇങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയവർ ആരെ സംരക്ഷിക്കാനാണ് നീക്കം, ഈ കാര്യങ്ങളിൽ അധികൃതർ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ പ്രേക്ഷകരെയും, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നാളെ വൈകുന്നേരം കാണാം. ബൈ.